അവതാരങ്ങളുടെയും കൊള്ളക്കാരുടെയും ഇഷ്ടമൂർത്തിയായ തമ്പ്രാൻ, നമ്മുടെ കാരണഭൂത തമ്പ്രാൻ തന്നെ പാർട്ടിയുടെ നിയന്ത്രണവും ഏറ്റെടുത്തു എന്ന വാർത്തയാണ്. നമ്മുടെ അപ്പം ജി രാജിവെച്ച് പോയിക്കൂടെ? വികസനങ്ങൾ കേരളത്തിൽ ഭക്തന്മാർ പാടി 9 വർഷം കൊണ്ട് വികസിച്ച് ഇനി വികസിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ വികസനവും കൂടെ നോട്ട് ചെയ്യേണ്ടതാണ്. കറണ്ട് ബില്ല് 3 തവണ വികസിപ്പിച്ചു. പെട്രോൾ സെസ്, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വികസിപ്പിച്ചു. ക്ഷേമ പെൻഷനു കൊടുക്കാനാണെന്നുള്ള രീതി വികസിപ്പിച്ചു. വീട്ടുകാരം വികസിപ്പിച്ചു, വെള്ളക്കാരം വികസിപ്പിച്ചു. വീട് പണിയാനുള്ള പെർമിറ്റ് ഫീ വികസിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീ വികസിപ്പിച്ചു. തൊഴിലില്ലായ്മ നല്ല രീതിയിൽ വികസിപ്പിച്ചു. കേരളത്തിൻ്റെ പൊതുകട 1,55,000 നിന്ന് 5.5-6 ലക്ഷത്തോളം കോടിയായിട്ട് വികസിപ്പിച്ചു. അത് തന്നെ 1.5 ലക്ഷം കോടി, 1,55,000 കോടി രൂപ 10 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം, പലിശ സഹിതം. പിന്നെ ബെവറേജ് കോർപ്പറേഷൻ്റെ കീഴിലാണ്ട് 1,400ഓളം ബെവറേജ് കോർപ്പറേഷൻ്റെ കീഴിൽ ഔട്ട്ലെറ്റുകൾ വികസിപ്പിച്ചു. പിന്നെ ബാറുകളായിട്ട് 1,400ഓളം ആയിട്ട് വികസിപ്പിച്ചു. 233 രൂപയുടെ പട്ടച്ചാരായം വേണ്ട 1,200ഓളം രൂപയായിട്ട് വികസിപ്പിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേപ്പർ ലോട്ടറി നല്ല രീതിയിൽ വികസിപ്പിച്ചു. 9 മാസം കൊണ്ട് വിലക്കയറ്റം 1-ാം സ്ഥാനത്ത് തന്നെ കേരളത്തിൽ തുടരുന്നു. മറ്റ് സ്റ്റേറ്റുകൾ ബഹുദൂരം പിന്നിലാണ്. അതും നല്ല വികസനമാണ്. പിന്നെ തിരുതയെ പോലുള്ളവർക്ക് ഡൽഹിയിൽ നല്ല വികസനമാണ്. ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് വികസിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. 900 ക്ഷേമ കോർപ്പറേഷനുകൾ, മിഷനുകൾ, കോൺക്ലേവുകൾ, ആദരിക്കൽ ചടങ്ങുകൾ, വികസനത്തിൻ്റെ പൊടിപൂരം. രാജാവ് തന്നെ വീണ്ടും വരണം, എങ്കിലേ ബാക്കി ഇനി ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്കും ഇവിടുന്ന് പലായനം ചെയ്യേണ്ടതാണ്. ലാൽ സലാം.